നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇതാ ഒരു പുതിയ ആഴ്ച, തിങ്കളാഴ്ച. നമുക്ക് രാവിലെ ഒരുമിച്ച് യേശുവേ എന്ന് വിളിക്കുവാൻ, കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരാഴ്ചയാകട്ടെ, വിശ്വാസത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരാഴ്ചയാകട്ടെ. കർത്താവിൻ്റെ വലിയ പദ്ധതികൾ നമുക്ക് കാണാൻ കഴിയും. ഇലക്ഷൻ്റെ ചൂട് കാലാവസ്ഥയുടെ ചൂടിനേക്കാൾ വലുതായിട്ട് ഈ വർഷം ഉണ്ടാകും. വലിയ വലിയ അനിഷ്ട സംഭവങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നമ്മൾ കാണും. ഇതിൻ്റെ എല്ലാം നടുവിൽ കർത്താവ് നമ്മെ, തൻ്റെ മക്കളെ കൺമണി പോലെ നമ്മെ കാക്കും. ഏത് ഗവൺമെൻറ് വന്നാലും ആര് ഭരിച്ചാലും യേശു കർത്താവ് ആ ഭരണത്തെ കൺട്രോൾ ചെയ്യും. ആര് ഭരണത്തിൽ വന്നാലും അതിൻ്റെ മുകളിൽ ഭരിക്കുന്നത് യേശു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആകുലചിത്തരാകണ്ട. എല്ലാ ഭരണങ്ങളും യേശു അറിഞ്ഞിട്ടാണ്. യേശു രാജാതി രാജാവും കർത്താതി കർത്താവും. എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പാകെ മടങ്ങും. എല്ലാവരും യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കണം. യേശു കർത്താവെന്ന് പറയണം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. ആരെങ്കിലും അധികാരത്തിൽ വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുത്തു, അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. ആർക്ക് വോട്ട് കൊടുത്താലും കർത്താവ് ഉദ്ദേശിച്ചയാൾ മാത്രമേ അധികാരത്തിൽ വരൂ. അതുകൊണ്ട് ആ വക കാര്യങ്ങളിൽ നമ്മൾ ഭാരപ്പെടേണ്ട. എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും ഈ സമൂഹത്തിൽ നടക്കുന്ന ഇലക്ഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. എന്നാൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ രാഷ്ട്രീയ, മാനസിക അവസ്ഥയിൽ നാം ജീവിക്കരുത്. നാം വിശ്വാസത്താൽ ജീവിക്കണം. രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിന് കൊടുക്കണം. യേശു പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസറിനും കൊടുക്കണം. വോട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഇലക്ഷൻ്റെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയെ ആവശ്യമാണ്. ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, ദൈവമക്കൾ വോട്ട് ചെയ്യില്ല. ആര് പറഞ്ഞു? ദൈവമക്കളാണ് വോട്ട് ചെയ്യുന്നത്. ദൈവമക്കൾ ശരിയായ സ്ഥലത്ത് വോട്ട് ചെയ്യും, ശരിയായ വ്യക്തിക്ക് വോട്ട് ചെയ്യും. അത് ഓരോ പ്രാവശ്യവും അത് ഏത് പാർട്ടിയാണെന്നൊന്നുമില്ല. ദൈവം അവർക്ക് ജ്ഞാനം കൊടുക്കും. അവർ ശരിയായ ചിഹ്നത്തിൽ അമർത്തിയിരിക്കും. അതാണ് ദൈവമക്കൾ. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയായിരിക്കും. നമുക്ക് നല്ലവനും വിശ്വസ്തനുമായ യേശുവിനെ പാടി സ്തുതിക്കാം. കാലയും മാലയും ഹല്ലേലൂയ, നാന്നിടും ശ്വാസമേ ഹല്ലേലൂയ. കാലയും മാലയും ഹല്ലേലൂയ, നാന്നിടും ശ്വാസമേ ഹല്ലേലൂയ. நான் சோர்ந்து போகும் போது என் பலனாக
ജീസസ് എവരിയുടെ പ്രേക്ഷകർക്ക് പ്രത്യേകം യേശുവിൻ നാമത്തിൽ വന്ദനം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിത ശൈലി പലർക്കും ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒത്തിരി ആനന്ദമുണ്ടായി. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ തുടർമാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രചോദനം നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഓരോ പ്രചോദനത്തിൻ്റെ വാക്കുകൾ, കൂട്ടായ്മ, കൈത്താങ്ങലുകൾ എല്ലാം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഇന്ന് ഈ പുതിയ ആഴ്ചയിൽ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും നിങ്ങൾ പോകുന്നിടത്തുണ്ടാകും, ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ അല്ലെങ്കിൽ യേശു വളർന്ന നസ്രത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു. യെശയ്യാവിൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. 4:20 വായിക്കുന്നു, പിന്നെ അവൻ പുസ്തകം മടക്കി കൊടുത്തു, ശുശ്രൂഷക്കാർക്ക് തിരികെ കൊടുത്തിട്ടിരുന്നു. യേശു പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. യേശു അന്ന് വരെ പറയാത്തൊരു വാക്ക് അന്ന് പറഞ്ഞു, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. യേശു പതിവ് പോലെ പള്ളിയിൽ പോകും. കൊച്ചു പ്രായം മുതലേ ദേവാലയത്തിൽ ചെന്ന് വേദപുസ്തകം വായിക്കും. വേദപുസ്തകത്തിലെ ഓരോ വചനവും യേശുവാണ്. യേശു ആ സ്വന്തക്കാരുടെ അടുക്കലേക്ക് എന്ന് സ്വന്തമായവർ ഈ വചനത്തെ തിരിച്ചറിഞ്ഞില്ല. വചനമായി യേശു ദൈവവചനം ഉറക്കെ വായിക്കുമായിരുന്നു. അത് യേശുവിൻ്റെ ശുശ്രൂഷയാണ്. എന്നിട്ട് യേശു ഇരിക്കുമായിരുന്നു. എന്നാൽ തൻ്റെ 30-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് യേശു ഗലീലയിലേക്ക് മടങ്ങി വന്ന ശേഷം ആദ്യമായിട്ട് യേശു പതിവിന് വിപരീതമായി ഒരു വാക്ക് പറഞ്ഞു, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. ദൈവം എന്നെ അയച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിന്? യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ യെശയ്യാവിലൂടെ പറഞ്ഞ പ്രവചന എന്നിലൂടെ നിവർത്തിയായിരിക്കുന്നു. എന്നെ അയച്ചത് ബന്ധനങ്ങളെ അഴിക്കുവാൻ, തടവറയിലുള്ളവരെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. എന്നെ അയച്ചത് അതിനാണ്. എല്ലാ ദാരിദ്ര്യത്തിനും ഒരു പരിഹാരം വരുത്തുവാൻ സുവിശേഷത്തിലൂടെ, എല്ലാ ബന്ധിതർക്കും വിടുതൽ കൊടുക്കുവാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. എൻ്റെ വിളി എനിക്കറിയാം, അതിനുള്ള അഭിഷേകം എൻ്റെ മേൽ വന്നിരിക്കുന്നു. 30 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒന്ന് ഇപ്പോൾ എൻ്റെ മേലുണ്ട്, പരിശുദ്ധാത്മാഭിഷേകം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുന്ന ഒരു ദൈവ പൈതൽ ആത്മാവിൽ നിറഞ്ഞ അന്ന് മുതൽ അറിയേണ്ടത്, അന്ന് മുതലാണ് ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ടേണിംഗ് പോയിന്റിലേക്ക് തിരിയുന്നത്. ഇന്ന് ആരെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിലേക്ക് നിങ്ങൾ വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പതിവ് പോലെ സംസാരിക്കില്ല, പതിവിന് വിപരീതമായി നിങ്ങൾ സംസാരിക്കും. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പതിവ് പോലെയുള്ള പ്രവൃത്തി ചെയ്യില്ല, പതിവിന് വിപരീതമായ ചില പ്രവൃത്തികൾ നിങ്ങളിലൂടെയും എന്നിലൂടെയും നടക്കും. ചിന്തകൾ വ്യത്യാസമാകും, വാക്കുകൾ വ്യത്യാസമാകും, പ്രവൃത്തികൾ വ്യത്യാസമാകും, പതിവിന് വിപരീതമായി. ഒറ്റ വാക്കിൽ എടുത്തു പറഞ്ഞാൽ, നാച്ചുറലായിട്ട് പോകുന്നവരെല്ലാം സൂപ്പർ നാച്ചുറലായിട്ട് മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. പതിവ് തെറ്റും. ഇന്ന് വരെ പോയ ഒരു രീതിയല്ല, വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥെസ്ദ കുളക്കരയിൽ ഒരു പതിവിന് വേണ്ടി അവർ കാത്തുകിടക്കുകയാണ്. എന്താണ് അവിടുത്തെ പതിവ്?
അതായത് ഒരു ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആ കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും. ഇത് വർഷങ്ങളായിട്ടുള്ളൊരു പതിവാണ്. അവിടെ 5 മണ്ഡപങ്ങളുണ്ട്, താമസ സ്ഥലങ്ങൾ. ഈ 5ലും ജനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ ബെഡ് ഫ്രീ ഇല്ല. അവിടെയെല്ലാം വലിയ ബിസിനസ് നടക്കുകയാണ്. കാരണം ബെഡ് കാലിയാകത്തില്ല. കാരണം ജനങ്ങൾ സൗഖ്യമാകാൻ വന്ന് കിടക്കുന്നവരാണ്. എന്നാൽ ഒരുത്തൻ കുളക്കരയിൽ, എനിക്ക് തോന്നുന്നു മണ്ഡപത്തിലൊന്നുമല്ല, അവനെങ്ങനെ ഒരു അനാഥനെ പോലെ 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവന് ആരുമില്ല. അവൻ്റെ നിസ്സഹായാവസ്ഥ അവൻ പറയുന്നുണ്ട്, എനിക്കാരുമില്ല. അതിൻ്റെ അർത്ഥം മണ്ഡപത്തിൽ കിടക്കുന്ന എല്ലാവർക്കും കുളം കലങ്ങുമ്പോൾ ആദ്യം അവരെ കുളത്തിലിറക്കാൻ അവരുടെ ബന്ധുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കാത്തുകിടക്കുകയാണ്. വളരെയധികം വലിയ ഒരു കാത്തിരിപ്പ് അവിടെ നടക്കുകയാണ്. എന്താണ്? ദൂതൻ വരും, കുളം കലക്കും. എന്നാൽ വാസ്തവത്തിൽ യേശു കർത്താവ് വന്നിട്ട് 30 വർഷമായി. ആരും യേശുവിൻ്റെ വരവിനെ കാത്തു കിടക്കുന്നില്ല. യേശുവിൻ്റെ ശുശ്രൂഷക്കാരായ ദൂതന്മാരിൽ, കോടിക്കണക്കിന് ദൂതന്മാരിൽ ഒരാൾ വരുന്നത് കാത്ത് ജനങ്ങൾ കിടക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് പറഞ്ഞ് രാജാക്കന്മാർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയത് അന്ന് നാടിളക്കിയ വാർത്തയാണ്. മറിയ അല്ലാതെ ആരും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നില്ല. ശിമയോൻ ദേവാലയത്തിൽ വന്ന് യേശു കുഞ്ഞിന് 8 ദിവസം പ്രായമുള്ളപ്പോൾ കയ്യിലേന്തി സംതൃപ്തനായി പറഞ്ഞു, ഇനി മരിച്ചാലും കുഴപ്പമില്ല. ഹന്ന എന്ന പ്രവാചിക അന്ന് ദേവാലയത്തിലുള്ള എല്ലാവരോടും മശീഹയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇതൊന്നും ആരുടെ ഹൃദയത്തിൽ തങ്ങിയില്ല. 30 വർഷമായിട്ട് ഭൂമിയിൽ നടക്കുന്ന യേശുവിനെ അവർ നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായി 30 വർഷം ജീവിച്ചു. അതുകൊണ്ട് വ്യത്യാസങ്ങളൊന്നും അവനിൽ നിന്ന് പുറത്തു വരുന്നില്ല. എന്നാൽ 30ാമത്തെ വയസ്സ് യേശുവിൻ്റെ ജീവിത ശൈലിയെ മാറ്റിമറിക്കുന്നു. യേശു ബെഥസ്ദ കുളക്കരയിൽ ചെല്ലുമ്പോൾ ഇതാ ദൂതനെ കാത്തു കഴിയുന്ന ആയിരങ്ങൾ അവിടെയുണ്ട്. യേശുവിനെ കാത്ത് ജീവിക്കുന്ന ആരും അന്ന് ആ നാട്ടിലില്ലായിരുന്നു. രക്ഷകനെ കാത്തിരിക്കുന്നവരില്ല. ആ മശിഹ വരും, ഒരു രാജാവ് വരും, ഞങ്ങളുടെ രാജ്യമെല്ലാം ശരിയാകും, മശിഹ വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കും എന്ന് ശമരിയക്കാരിയും പറയുന്നത് യോഹന്നാൻ 4-ൽ കാണുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ വേദപുസ്തകത്തിൻ്റെ രീതിയിൽ അവർക്ക് കാണാനുള്ള കണ്ണുകൾ അവർക്കില്ല. ഒരു കന്യകയിലൂടെ വരുന്നവനും തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വരുന്ന ദാസരൂപമെടുക്കുന്ന യേശുവിനെ കാണാൻ ഉള്ള ആത്മീക കണ്ണ് ആർക്കുമില്ലാതെ പോയി. എന്നാൽ 38 വർഷമായിട്ട് അവിടെ കിടക്കുന്ന ഒരുവൻ, അവൻ ആരുമില്ല. അവൻ്റെ അനാഥത്വവും അവൻ്റെ ഒറ്റപ്പെടലും അവൻ്റെ തകർച്ചയും അവൻ്റെ പരാജയങ്ങളും അവൻ്റെ ഇല്ലായ്മകളും, എന്നിട്ട് മടുത്തു പോകാതെ പ്രതീക്ഷയോടെ അവൻ വീട്ടിൽ പോകുന്നില്ല. അവൻ ആ ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന 38 വർഷമായിട്ടും പ്രതീക്ഷ കൈവിടാത്ത ഒരുവൻ. ഇതാണ് യേശു ശ്രദ്ധിക്കുന്നത്. വർഷങ്ങളായിട്ടും പ്രതീക്ഷ മങ്ങുന്നില്ല. ദൂതനെങ്കിൽ ദൂതൻ. അവന് കാത്തിരിക്കാനുള്ളൊരു മനസ്സുണ്ട്, അവന് സൗഖ്യമാകാനുള്ളൊരു മനസ്സുണ്ട്. അവൻ എഴുന്നേൽക്കണം. 38 വർഷമായിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. എന്നാൽ അവൻ എഴുന്നേൽക്കണം. യേശുവിൻ്റെ പ്രായത്തേക്കാൾ കൂടുതലുണ്ട് അവൻ അവിടെ കിടക്കുന്നു. 38 വർഷമായി. അപ്പോൾ ഒത്തിരി പരിചയങ്ങൾ അവിടെയുണ്ട്. പതിവുകളെല്ലാം അവനറിയാം. അവനോട് ചോദിച്ചാൽ എത്ര പേരവിടെ സൗഖ്യമായെന്ന് അവൻ കണക്ക് പറയും. അവൻ ചോദിച്ചാൽ ദൂതൻ വന്ന് കുളം കലക്കുന്നത് എങ്ങനെയാണെന്ന് അവനെപ്പോലെ വേറെ ആർക്കും അറിയില്ല. എന്നാൽ അവൻ കാത്തിരിക്കുന്ന സൗഖ്യം മാത്രം അവനില്ല. പതിവിന് വിപരീതമായി അവിടെ ഒന്ന് സംഭവിച്ചു. യേശു കർത്താവ് അവൻ്റെ അടുക്കൽ വന്നു. 5 മണ്ഡപത്തിലുള്ള എല്ലാവരുടെ അടുക്കൽ വന്നതായിട്ട് പറയുന്നില്ല. അതായത് ഒരു വിടുതലിന് വേണ്ടി ഒരാൾ കാത്തിരുന്നാൽ, പ്രതീക്ഷകൾ കൈവിടാതെ ഒരു വിടുതൽ
എന്നുള്ളത് മനസ്സിൽ നിന്ന് കളയാതെ ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി കാത്തിരുന്നാൽ ആ കാത്തിരിക്കുന്നവരുടെ ആശയ്ക്ക്, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത കർത്താവ് വന്നിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 38 വർഷമായി കിടക്കുന്നവൻ്റെ അരികിൽ നിൽക്കുന്ന യേശുവിൻ്റെ ആ കടന്നുവരവ്. യേശു അവനോട് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അവന് ആഗ്രഹമുണ്ട്. അവൻ്റെ അവസ്ഥകൾ അവൻ പറഞ്ഞു. ഗുരുവേ, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എന്നെ കുളത്തിലിറക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചാലും എന്നെ ഒന്ന് എടുത്ത് കുളത്തിലേക്കൊന്ന് ഇടാനെങ്കിലും എനിക്കാരുമില്ലെങ്കിലും എനിക്ക് മനസ്സുണ്ട്. എനിക്ക് വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുളക്കരയിൽ കിടക്കുന്നത്. എനിക്കാരുമില്ലെങ്കിലും എനിക്കൊരു മനസ്സുണ്ട്. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഉള്ളിൽ ഈ സത്യം അറിയണം. ആരും വേണ്ട, നല്ല ഒരു മനസ്സുണ്ടോ, വലിയൊരു ആഗ്രഹമുണ്ടോ? അവിടെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, വളരെ ആഗ്രഹത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ദൈവം നിങ്ങൾക്ക് തന്നതാണ്. എല്ലാ നല്ല ആഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്ന നല്ല ആഗ്രഹങ്ങൾ. തെറ്റായ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നല്ല, അത് പിശാച് കൊണ്ടുവരുന്നതും നമ്മുടെ ജഡത്തിൽ നിന്നുണ്ടായി വരുന്നതുമാണ്. എന്നാൽ നല്ല ആഗ്രഹങ്ങൾ, കുടുംബം ഉയരണം, നല്ല ആഗ്രഹം, മാതാപിതാക്കൾക്ക് ഇനിയൊരു വിശ്രമം കൊടുക്കണം, നല്ല ആഗ്രഹം, മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കണം, നല്ല ആഗ്രഹം, മറ്റുള്ളവർക്ക് ഒരു സേവനം ചെയ്യണം, സാധുക്കളെ സഹായിക്കണം, അനാഥർക്കും വിധവമാർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ആഗ്രഹങ്ങളൊന്നും മാനുഷികമല്ല, അതെല്ലാം ദൈവികമായ ആഗ്രഹങ്ങളാണ്. സൗഖ്യമാകണം, എഴുന്നേൽക്കണം, അത് നല്ല ആഗ്രഹമാണ്. ഇത്രയും വർഷമായി, ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയില്ല. അത് ജഡത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്ന മാനുഷികതകളാണ്. എന്നാൽ ദൈവികമായത് മടുപ്പില്ലാത്തതാണ്, അത് കാത്തിരിക്കുന്നതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിൽ വർഷങ്ങളായി കാണാത്തത്, മടുത്തുപോയതിന് ചിറക് മുളക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളെ നിങ്ങൾ കൈവിട്ട് കളയരുത്. അവൻ ആഗ്രഹിച്ചു. യേശു പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക. ഉടനെ അവൻ കിടക്ക എടുത്ത് നടന്നു. അന്നൊരു ശബത്തായിരുന്നു. അതുകൊണ്ട് പരീശന്മാര് പറഞ്ഞു, നീ എന്താ കിടക്ക എടുത്തുകൊണ്ട് പോകുന്നേ? അവിടെയും നിയമങ്ങൾ കൊണ്ടുവരുന്നവരാണ് ചുറ്റുമുള്ളവർ. നീ എന്തിനാ കിടക്കയെടുത്തത്? എന്നാൽ ആരെങ്കിലും ചോദിച്ചോ, 38 വർഷമായി നീ അവിടെ കിടക്കുന്നു, നീ എന്നായാലും കിടക്കയെടുത്തല്ലോ, നല്ല കാര്യം, നീ രക്ഷപ്പെട്ടല്ലോ. ഇത് പറയാൻ ആരുമില്ല. സമ്പ്രദായങ്ങൾ കൊണ്ടുവരാൻ, നിയമങ്ങൾ കൊണ്ടുവരാൻ ഒത്തിരി പേരുണ്ട്. ഇന്നും പ്രാർത്ഥനകളിൽ, കൂട്ടായ്മകളിൽ വരുന്നവർ നിയമങ്ങളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ വിശ്വാസത്തിൽ കുതിർന്ന് കിടക്കയെടുത്ത് നടക്കുന്ന ചിലർ ഇന്ന് എഴുന്നേറ്റ് നടക്കട്ടെ. മടുപ്പ്, മറ്റുള്ളവർ നമ്മെ മടുപ്പിക്കുന്നവരായിരിക്കും. മറ്റുള്ളവർ നമ്മുടെ തളർച്ചയിൽ സഹതാപം കാണിക്കുന്നവരല്ല. എന്നാൽ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന നല്ല ഒരു പുരോഹിതൻ നമുക്കുണ്ട് എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. യേശു അവിടെ വന്നു. അവൻ എത്ര നാളായി കിടക്കുന്നു എന്ന് അറിഞ്ഞു. ആ സമൂഹത്തിൽ എത്രയോ പേരുണ്ടായി, ആരും അവനെക്കുറിച്ച് അറിയാൻ ഇല്ലായിരുന്നു. യേശു വന്നു, അവനെക്കുറിച്ച് അറിഞ്ഞു, അവൻ്റെ പതിവിനെ തെറ്റിച്ചു. പതിവായിട്ടുള്ള കിടപ്പ് അവസാനിപ്പിച്ചു. പതിവായി വരുന്ന ദൂതനെ കാത്തു കിടക്കുന്ന പതിവിന് വിപരീതമായി ഒന്ന് സംഭവിച്ചു. ഇതുപോലെ ഇത് കേൾക്കുന്ന പലരും പതിവ് തെറ്റിക്കുന്ന ചില അത്ഭുതങ്ങൾ കാണും. ഇന്ന ഡോക്ടർ വിചാരിച്ചാൽ കാര്യം നടക്കും എന്ന ഒരു പതിവിലൂടെ പോകുന്നവരുണ്ടാകും. ഇന്ന ആശുപത്രിയാണ് ഞങ്ങൾക്ക് ശരണം,
എന്ന പതിവിലൂടെ പോകുന്നവരുണ്ടാകും. ഇന്ന സമയമാകുമ്പോഴേക്കും ഒരു ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാകും എന്ന് പതിവ് ചിന്തിക്കുന്ന പലരും ഉണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, നിങ്ങളുടെ പതിവ് തെറ്റാൻ പോവുകയാണ്. വർഷങ്ങൾക്കപ്പുറം നടക്കേണ്ടത് ഇന്ന് ചെയ്ത് പതിവ് തെറ്റിക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യം നടത്തി തന്നിട്ട് പതിവ് തെറ്റിക്കുന്ന കർത്താവ്, ആര് സഹായിക്കാനില്ലാത്തവരെ സഹായിച്ചുകൊണ്ട് പതിവ് തെറ്റിക്കുന്ന കർത്താവ്, പതിവിന് വിപരീതമായി ഒരത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നടക്കും. കാരണം യേശു അൽഫയും ഒമേഗയുമാണ്. യേശുവിൻ്റെ വാക്കിനെ കിടക്കയെടുത്ത് ചുരുട്ടി നടക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി, പതിവ് തെറ്റും. ഒന്നുകൂടി പറഞ്ഞാൽ, ശബത്തിൽ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ യേശു പതിവ് തെറ്റിച്ചു, ശബത്ത് തെറ്റിച്ചു, വെറും സമ്പ്രദായങ്ങൾ തെറ്റിച്ചു. ശബത്തിൽ ഒരാടോ പശുവോ കുഞ്ഞുങ്ങളോ കുഴിയിൽ വീണാൽ കുഴിയിൽ നിന്ന് കയറ്റുന്നില്ലേ? എന്നാൽ അബ്രഹാമിൻ്റെ സന്തതിയായ ഈ വ്യക്തിക്ക് രക്ഷ കൊടുക്കണ്ടേ? യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ പരീശന്മാർക്ക് കഴിയാതെ പോയി. പതിവ് തെറ്റിക്കുന്ന കർത്താവ് പതിവുകളെ തെറ്റിക്കുകയാണ്. വർഷങ്ങൾക്കപ്പുറം നീ കണക്കൂട്ടിയത് ഇന്ന് നിനക്ക് വേണ്ടി ചെയ്ത് ഈ ആഴ്ച ചെയ്തുകൊണ്ട് ദൈവം പതിവുകളെ തെറ്റിക്കും. അത്ഭുതം കർത്താവ് ചെയ്യും. വിശ്വസിക്കുക. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പതിവ് പോലെ പോകുന്ന ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി യേശുവിൻ്റെ അഭിഷേകത്താൽ, യേശുവിൻ്റെ നാമത്തിൽ ആ പതിവുകൾ തെറ്റി ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. പതിവിന് വിപരീതമായി ഒരു അത്ഭുതം നടക്കട്ടെ. പതിവ് ഒരേ കിടപ്പ് കിടക്കുന്നു, ഒരേ അവസ്ഥയിൽ പോകുന്നതാണെങ്കിൽ പതിവിന് വിപരീതമായി ബിസിനസ്സിൽ ഒരു ഉയർച്ചയുണ്ടാകട്ടെ, ജോലിയിൽ ഒരു പുരോഗതി ഉണ്ടാകട്ടെ, വിദ്യാഭ്യാസത്തിൽ ഒരു കുതിപ്പുണ്ടാകട്ടെ, അഭിഷേകത്തിൽ ഒരു ബലമുണ്ടാകട്ടെ, പ്രാർത്ഥനയിൽ ഒരു കുതിപ്പുണ്ടാകട്ടെ. പതിവിന് വിപരീതമായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവൻ ഇന്ന് ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ 38 വർഷമായി കിടന്നവന് സംഭവിച്ചതുപോലെ പതിവിന് വിപരീതമായി ഒരു അത്ഭുതം ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ്റെ വചനത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. ചാടി എഴുന്നേൽക്ക്. പതിവിന് വിപരീതമായി ഒരു ഉയർച്ച ദൈവം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ധൈര്യപ്പെടുക, യേശുവിൽ മുറുകെ പിടിക്കുക. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.